ഹായ് ഗൈസ്, എസ് പി കോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു സ്വീറ്റ്സ് ഉണ്ടാക്കി നോക്കാം. മറ്റൊന്നുമല്ല, ഗുലാബ് ജാമുൻ നമ്മുടെ നോർത്തൻസിൻ്റെ സ്പെഷ്യലാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നോർമലി മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കുന്നത്, മിൽക്ക് മെയ്ഡ് അല്ല, മിൽക്ക് പൗഡർ. അല്ലെങ്കിൽ പഴയ സ്റ്റൈലിൽ നോക്കുകയാണെങ്കിൽ പാല് കുറുക്കി മാവയാക്കി എടുത്തിട്ടാണ് ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമുക്ക് അതിനൊന്നും സമയമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് രണ്ട് വിധത്തിലുണ്ടാക്കാം. ഒന്ന്, പാൽപ്പൊടി വാങ്ങി മാവയാക്കി ഉപയോഗിക്കാം. അല്ലെങ്കിൽ പിന്നെ വേറൊരു വെറൈറ്റി കൊണ്ട് ബ്രെഡ് വെച്ചിട്ട് നമുക്കിന്ന് ബ്രെഡ് വെച്ചിട്ട് എങ്ങനെയാണ് ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി വളരെ കുറച്ച് സാധനങ്ങൾ മതി, നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ചെറിയ ചെറിയ സാധനങ്ങൾ. ആ സാധനങ്ങൾ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. മറ്റൊന്നുമല്ല, ഞാനൊരു 10 സ്ലൈസ് വൈറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്, കുറച്ച് ഷുഗർ എടുത്തിട്ടുണ്ട്, കുറച്ച് മൈദ, കുറച്ച് പാൽപ്പൊടി, പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2-3 ബദാമും 2-3 ഏലക്കായ. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തിരിക്കുന്നത്. ഗീയിൽ ഫ്രൈ ആണെങ്കിൽ ഇതിലും ടേസ്റ്റി ആയിരിക്കും. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നമുക്ക് ആദ്യം ഷുഗർ നമുക്ക് സിറപ്പാക്കി എടുക്കണം. ഈ സിറപ്പിലിട്ടാണ് നമ്മൾ വെക്കുന്നത്. ആദ്യം നമുക്കിതിൻ്റെ മാവ് പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഇതിൻ്റെ ഈ സൈഡെല്ലാം കട്ട് കളയണം. ഈ ബ്രൗൺ പാർട്ടുണ്ടല്ലോ, അതൊന്ന് മുറിച്ച് മാറ്റണം. ബ്രൗൺ പാർട്ടൊക്കെ മാറ്റി ഇനി ഒന്ന് ചെറിയ പീസാക്കി എടുക്കാം. കൈ കൊണ്ട് മുറിച്ചാലും മതി കേട്ടോ. നമുക്കിത് ഇങ്ങനൊരു ചെറിയ പീസാക്കി എടുക്കാം. എന്നിട്ട് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി. ഞാനിവിടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മളിവനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ക്രഷ് ചെയ്ത ഈ ബ്രെഡിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം, കുഴച്ചെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രെഡ് ക്രംസ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമുക്ക് എടുത്തിരിക്കുന്ന 2 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ ഒരു 3 ചെറിയ സ്പൂണിന് മൈദയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യമെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്യാം. കുറച്ച്, ഒരു നുള്ളു മതി കേട്ടോ. നമുക്കിതിനെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ ഇതിനെ ഒന്ന് കുഴച്ചെടുക്കണം. പക്ഷെ നമ്മൾ വെള്ളം ഒഴിച്ചല്ല കുഴയ്ക്കുന്നത്, കുറച്ച് പാലൊഴിച്ചിട്ട്. അധികം പാലൊന്നും ഒഴിക്കരുത്, ബ്രെഡാണ്, എളുപ്പം സോഫ്റ്റായി പോവും. അല്ലെങ്കിൽ 5 ചെറിയ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് നല്ല കുഴച്ച് നോക്കാം. ഇനി കുഴയ്ക്കുമ്പോൾ അതിന് ആവശ്യമുള്ള വെള്ളം അല്ലെങ്കിൽ പാല് ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. നല്ല രീതിയിൽ കുഴഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ നല്ല ശരിക്ക് ഒന്ന് കുഴച്ച് ഉടച്ച് വൃത്തിയാക്കി എടുക്കണം. ഒരു 5 മിനിറ്റോളം നമ്മളിങ്ങനെ കുഴച്ചെടുക്കും. ഇച്ചിരിയുടെ പാൽ വേണം കേട്ടോ. ഇച്ചിരിയുടെ പാൽ ആഡ് ചെയ്യുകയാണ് ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ നല്ല സോഫ്റ്റ് ആകുന്നതിന് വരെ ഒരു 2-3 മിനിറ്റ് ഒന്ന് ഉടച്ചെടുക്കുക. കൂടുതൽ കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ പാൽ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ മാവ് അല്ലെങ്കിൽ മാവ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് സോഫ്റ്റായി നല്ല. പിന്നെ നമുക്ക് ഈക്വൽ പോർഷൻസ് ആയിട്ട് മാറ്റി വെക്കാം കേട്ടോ. ആവറേജ് വലുപ്പത്തിന്. ഇനി വേണേൽ നമ്മൾ ഉരുട്ടിയെടുക്കും. എങ്ങനെ ഇതൊന്ന് ഉരുട്ടിയെടുക്കുന്നത് കാണിച്ചു തരാം. നല്ല ഒന്ന് പ്രസ് ചെയ്ത് ആദ്യം ഒന്ന് ഉരുട്ടുക. അത് ശരിക്കൊന്ന് കംപ്രസ്സാക്കി കഴിയുമ്പോൾ ഷേപ്പിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനെ. ഇത് ഉരുട്ടുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിൽ ക്രാക്ക് വരാൻ പാടില്ല കേട്ടോ. ക്രാക്കില്ലാതെ ഉരുട്ടിയെടുക്കുക. അങ്ങനെ നമ്മൾ എല്ലാം നല്ല വൃത്തിയായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. 11 പീസുണ്ട്, നമുക്ക് ധാരാളം. ഇനി നമുക്ക് ഇതിനെ കുക്ക് ചെയ്യാനുള്ള വഴി നോക്കാം. ആദ്യം സിറപ്പ് ഉണ്ടാക്കണം, പിന്നീട് ഇതിനെ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമുക്ക് ആദ്യം സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. സിറപ്പ് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് ഏകദേശം 1 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇതിലേക്ക് നമ്മൾ അത്രത്തോളം തന്നെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് 1 കപ്പ് പഞ്ചസാര എടുത്താൽ 1 കപ്പ് വെള്ളം. നമുക്ക് പിന്നെ സിറപ്പാക്കി എടുക്കാം. എല്ലാം നിറക്കി കൊടുത്ത് ഈ നൂൽപ്പരുവാകട്ടെ ജസ്റ്റ് ഒന്ന് ഒട്ടുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കാം. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ചെറിയൊരു കട്ടിയേ ഉള്ളൂ കേട്ടോ, നൂലുകളായിട്ടില്ല.
ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ 2-3 ഏലക്ക അത് ആഡ് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചാടി കൊടുത്താൽ മതി. ഇതായിട്ടുണ്ട്. നമുക്കിതിനെ സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ സൈഡിലേക്ക് മാറ്റി നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ കുക്കിംഗ് ഓയിൽ സൺഫ്ലവർ ആണ് ഉപയോഗിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് കുക്കിംഗ് പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറുതീയിലേ കുക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ ചെറിയ തീയിലേക്ക് മാറ്റി വെച്ചു. ഇതിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് വെച്ചെടുത്തിട്ട് അടുത്തിടാം. ഇത് ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഉടയരുത്. അതുകൊണ്ട് മെല്ലെ നമ്മുടെ സ്പൂണിൻ്റെ ബാക്ക് കൊണ്ട് ഇളക്കി കൊടുക്കുക. ചെറുതീയിൽ, എന്നാലേ ഉള്ളുവശം വേവുള്ളൂ, ഉള്ളിൽ വേവുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ചെറുതീയിൽ നല്ല ഇങ്ങനെ വേവിച്ച് മുരിച്ചെടുക്കുക. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ചില സൈഡിൽ മാത്രം വേവും. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. രസമുള്ള റെഡിയായിട്ടുണ്ട്. ആദ്യം ഇട്ടത് ഇത് മാറ്റാം. നമുക്കിതിലേക്ക് തന്നെ ബാക്കിയുള്ള ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഗുലാബ് ജാമുൻ കണ്ടില്ലേ, അത്യാവശ്യം എക്സ്ട്രാ വലുപ്പമായി. നമ്മൾ ഉരുട്ടിനേക്കാളും വലുപ്പമായിട്ടുണ്ട്. ഏകദേശം ഇതിനായിട്ടുണ്ട്. നമുക്ക് പിന്നെ അങ്ങ് മെല്ലെ മാറ്റാം. ഈ പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഇവിടുന്ന് മാറ്റാവേ. എന്നിട്ട് നമുക്ക് ആദ്യം ഉണ്ടാക്കി വെച്ച സിറപ്പ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് വേണം നമുക്ക് ഈ ഗുലാബ് ജാമുൻ ഇട്ട് കൊടുക്കാൻ. ഒപ്പം ഞാൻ ഈ ബദാം എടുത്ത് വെച്ചത് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് വരാം, ഇതിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഷുഗർ സിറപ്പ് ചൂടായിട്ടുണ്ട്. ചെറിയൊരു തിള വരുമ്പോൾ നമുക്കതിലേക്ക് പിന്നെ ഓരോന്നേരം ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഗുലാബ് ജാമുൻ നമ്മൾ സിറപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 4 മണിക്കൂർ, മിനിമം ഒരു 4 മണിക്കൂർ ഇതിനകത്തിരുന്ന് ഈ സിറപ്പെല്ലാം അതിൻ്റെ ഉള്ളിൽ പോയി നല്ല സോഫ്റ്റായി. ഇതിന് ഇച്ചിരി കൂടെ വലുപ്പമാവുകയും ചെയ്യും. സോഫ്റ്റായിട്ട് വരും. ഇതൊന്ന് തിളയൊന്നും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. നമുക്ക് തിളപ്പിച്ചുകൊണ്ടിരിക്കണ്ട. 2 മിനിറ്റ്, 1-2 മിനിറ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിനെ ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 4 മണിക്കൂർ ഇങ്ങനെ ഇരിക്കണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റിലേക്ക് വരത്തുള്ളൂ. ഇതിലേക്ക് നമ്മുടെ ഗാർണിഷായ ബദാമിൻ്റെ പീസും കൂടെ. ഇപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ റെഡിയാണ്. ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഒരു 4.5 മണിക്കൂർ, 4-4.5 മണിക്കൂർ ഇങ്ങനെ ഇരുന്ന് ഇതൊന്ന് സിറപ്പല്ല അതിൻ്റെ അകത്തേക്ക് ഒന്ന് പെനിട്രേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിനെ തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഗുലാബ് ജാമുൻ റെഡിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ്സാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ പേജിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് എൻ്റെ പ്രചോദനം. അതുകൊണ്ട് എല്ലാവരും ഇത് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മാത്രം. അടുത്തൊരു വീഡിയോ കാണും വരെ ഇറ്റ്സ് മീ കോ സൈനിങ് ഓഫ്. ബൈ ബൈ.